ഗുരു ശിവനെ അന്വേഷിച്ച് അരുവിപ്പുറത്ത് ചെന്നത്, ഗുരു മലമുകളിൽ കയറി നിന്നത്, ശിവഗിരിക്ക് ശിവഗിരി എന്ന് പേര് കൊടുത്തത്, സാക്ഷാൽ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പുറത്ത് തൻ്റെ ജീവിതകാലത്ത് തന്നെ ഒരു പ്രതിമ തവറലി രൂപപ്പെടുത്തുമ്പോൾ ആ പ്രതിമയെ നോക്കിയിട്ട് ഗുരു പുഞ്ചിരിച്ചത്, അദ്വൈതാശ്രമത്തിൻ്റെ കരയിൽ ശങ്കരാചാര്യസ്വാമികളുടെ സൗന്ദര്യലഹരിയും ശിവാനന്ദ ലഹരിയും സർവവേദാന്ത സാരസംഗ്രഹവും ധ്യാനിച്ചുകൊണ്ട് ശ്രീനാരായണൻ നിന്നത്. ഇവിടെയെല്ലാം വീട്ടിലായാലെന്ത്, അഗ്നിയിലായാലെന്ത്, കാറ്റിലായാലെന്ത്, കടപ്പുറത്തായാലെന്ത്, പക്ഷേ ശംഭോ അങ്ങയുടെ പാദകമലങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ പരമയോഗിയും പരമഹംസനുമായി തീരുന്നത് എന്ന ധ്യാനാത്മകത ശ്രീനാരായണനിലുണ്ടായിരുന്നു. ഇതിത്രയും ആമുഖം. ഞാൻ പൂത്തോട്ടയ്ക്കും പെരുമ്പളത്തിനും അടുത്തുള്ള, ഞാൻ അതിനെപ്പറ്റിയിട്ട് നമ്മുടെ ശിശുപാലൻ സാറ് ഡയറക്ടറായിരിക്കുന്ന ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെ ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞു. പൂത്തോട്ടയ്ക്കും പെരുമ്പളയ്ക്കും ഒരു ട്രയാങ്കിളായിട്ട് വരയ്ക്കാമെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ തുഞ്ചമായിരിക്കുന്ന പെരുമ്പളം എന്ന ദ്വീപിൽ വർത്തമാനം പറയാൻ പോയി. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കാട്ടുനട ക്ഷേത്രത്തിന് മുന്നിലെ ശ്രീനാരായണ സദസ്സിൽ സംസാരം ആരംഭിച്ചത്. ഈ പെരുമ്പളത്തെ ഗുരുപാദം സ്വാശ്രയ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ശ്രീനാരായണ സെമിനാറിൽ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ ഭാരവാഹികളിൽ ഒരാളോട് ചോദിച്ചു, ശ്രീനാരായണ ഗുരു പെരുമ്പളത്ത് വന്നിട്ടുണ്ടോ? ഇതൊരു ദ്വീപാണല്ലോ. ഈ പൂത്തോട്ടയിൽ നിന്ന് അല്ലെങ്കിൽ പാണാവള്ളി എന്ന സ്ഥലത്തു നിന്ന്, ഈ രണ്ടിടത്തും ഗുരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. പൂത്തോട്ട പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, പാണാവള്ളിയിലും പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലവും ആ തടാകത്തിൻ്റെ ജലശേഖരത്തിൻ്റെ കരയിലാണ്. പക്ഷെ പെരുമ്പളം ദ്വീപിരിക്കുന്നത് ഈ ജലാശയത്തിൻ്റെ മധ്യത്തിലാണ്. അവിടേക്ക് നമുക്ക് പാണാവള്ളിയിൽ നിന്നൊരു ബോട്ടിലോ വള്ളത്തിലോ സഞ്ചരിച്ചെത്താം. പൂത്തോട്ട വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. ഈ 2025 പൂത്തോട്ടയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം 2025 ഒരു വലിയ സമരത്തിൻ്റെ 100-ാം കൊല്ലമായി നാം ആചരിച്ചു വരികയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം കൊല്ലം. വൈക്കം സത്യാഗ്രഹം നാം ജീവിക്കുന്ന ഈ കാലത്തും വളരെ പ്രസക്തമായൊരു സമരമാണ്. ഇന്നും ചില കാര്യങ്ങളിൽ ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ഉള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ക്ഷേത്രം മാത്രമല്ല കേട്ടോ, ഗുരു പറയുന്ന കണക്ക് വെച്ചാൽ പള്ളിയിലും പ്രവേശനമില്ല. ആരാധനാലയങ്ങളിൽ എല്ലാ വിശ്വാസികൾക്കും പ്രവേശനമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസികൾക്കെല്ലാം ആരാധനാ സമ്പ്രദായത്തിൻ്റെ സമ്പൂർണ്ണ കാര്യങ്ങളിലും നമ്മൾ പ്രവേശനം ഇതുവരെ അനുവദിച്ചു കൊടുത്തിട്ടില്ല. ചിലയിടത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല, ചിലയിടത്ത് ചില ജാതിയിൽപ്പെട്ടവർ എന്ന് പറയുന്നവർക്ക് പ്രവേശനമില്ല. പക്ഷെ അകത്തിരിക്കുന്ന ഈശ്വരൻ സർവരുടേതുമാണ്. ഈ അസമത്വത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണൻ ഒരുപക്ഷെ ഇന്നും നമ്മുടെ തലയിൽ നേരെ കയറാത്ത ആ 4 വരി കവിത എഴുതി വെച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഗുരു ഈ വരി നമുക്ക് ആവർത്തിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഗുരു പറഞ്ഞതിൻ്റെ അന്തസാരം നമ്മൾ കുറച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇതൊരു ശ്രീകോവിലാണ് എന്ന് സങ്കല്പിക്കുക, ഭഗവാൻ ഇരിക്കുന്ന ഇടമാണിതെന്ന് സങ്കല്പിക്കുക. ആ ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ വഴിക്കലൂടെ നടക്കാൻ അവകാശമില്ലാത്ത കാലത്താണല്ലോ വൈക്കം സത്യാഗ്രഹം രൂപപ്പെടുന്നത്, ആ വഴിയിലൂടെ നടക്കാൻ. പക്ഷെ ആ സമരം നടക്കുന്നതിന് എത്രയോ കാലം മുമ്പ് ഗുരു ഒരു ദൈവത്തെ, ശിവനെ, ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞ കാര്യം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ്റെ അടുക്കലേക്ക് സകലമാന ജാതികൾക്കും പ്രവേശനമുണ്ടാകണം. ആ ജാതി എന്ന് പറഞ്ഞാൽ നായർ, നമ്പൂതിരി, ഈഴവ ജാതി എന്ന് മാത്രമല്ല, അത് ആണും പെണ്ണും
തരമനുസരിച്ച് 2 ജാതിയായി പരിഗണിച്ചാൽ അതും പരിഗണിക്കണം എന്ന് മാത്രമല്ല, മനുഷ്യർ ചിലപ്പോൾ കരുതുന്നത് ഞാനിരിക്കുന്നിടത്ത് ഇതര ജീവജാലങ്ങൾ വന്നുകൂടാ എന്നാണ്. അപ്പോൾ ആ ജീവജാലങ്ങൾക്കും അവിടെ പ്രവേശിക്കാൻ പറ്റണം. ആ ജാതിഭേദങ്ങൾ അവസാനിക്കുകയും മതദ്വേഷങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹോദര്യത്തിൻ്റെ ഒരിടമാണ് ഇത് എന്നതാണ് ശ്രീനാരായണൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. സാഹോദര്യമെന്ന് പറഞ്ഞാൽ അത് ഉദരം എന്ന ശരീര അവയവവുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ്. ഉദരമെന്ന് പറഞ്ഞാൽ വയറാണ്. ഒരേ വയറ്റിൽ നിന്ന് വരുന്നവരെയാണ് നമ്മൾ സഹോദരർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പെങ്ങള് എനിക്ക് സഹോദരിയായിരിക്കുന്നത്. ഈ ബോധമുണ്ടാകാനാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ സ്കൂളിലെ പ്ലഡ്ജിൽ എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അക്കാലത്ത് നമ്മൾ തമാശയ്ക്ക് ചോദിച്ചിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി എൻ്റെ സഹോദരിയാവുകയാണെങ്കിൽ പിന്നെ ഞാനെങ്ങനെ അവളെ കല്യാണം കഴിക്കുമെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് ചോദിച്ചിരുന്നു. അന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് മാഷുമാർ പറഞ്ഞിരുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സഹോദരിതയല്ല ആ സഹോദരിത. നിങ്ങൾ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ പ്രശ്നം. പക്ഷേ അവരെ നമ്മുടെ സഹോദരങ്ങളെപ്പോലെ പരിഗണിക്കണമെന്നത് നമ്മളെല്ലാവരും പുറന്നത് ഒരു ഉദരത്തിൽ നിന്നാണ് എന്ന അസാമാന്യമായ പ്രപഞ്ചബോധത്തിൻ്റെ അടിസ്ഥാന ദർശനം വിശ്വാസത്തിലും ഭക്തിയിലും ജീവിതത്തിലും ഉണ്ടാകണമെന്ന് പറയുന്ന ഏറ്റവും ആധുനികമായൊരു തത്വചിന്തയാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് വെച്ചു തന്നെ പ്രഖ്യാപിച്ചത്. എന്ന് പറഞ്ഞാൽ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നതിന് ഏതാണ്ട് 1 ദശകം മുമ്പാണ് ശ്രീനാരായണ ഗുരു വാരാണപ്പള്ളിയിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനും കുറച്ചു കാലം മുൻപാണ് ചെമ്പഴന്തിയിലെ മണക്കൽ ക്ഷേത്രത്തിൽ അദ്ദേഹം ഏകാഗിയായി തപസ്സിരുന്നത്. അതിനും ഒരു 5-6 കൊല്ലം മുമ്പാണ് അദ്ദേഹം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കാറ്റുകൊണ്ടും വെയിലുകൊണ്ടും ഒക്കെ നടന്ന് സഞ്ചരിച്ചത്. ഗുരു ഇവിടെ ജീവിച്ച കാലത്ത് നിന്ന് ഏറെ ദൂരെയല്ലാത്തൊരു കാലത്ത്, ചെറുപ്പത്തിൻ്റെ ഒരു കാലത്ത് തന്നെ ഇന്നും തകർക്കാൻ പറ്റാത്ത ഒരു തത്വദർശനത്തിന് അരുവിപ്പുറത്ത് രൂപം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഗുരു എത്ര വലിയ ഫിലോസഫറാണ് എന്ന് ആലോചിക്കണം. ആ ഗുരു പ്രതിഷ്ഠിച്ച ഒരു സ്ഥലമാണ് പൂത്തോട്ട. ഗുരു പ്രതിഷ്ഠ നടത്തിയ മറ്റൊരു സ്ഥലമാണ് പാണാവള്ളി. ഈ പൂത്തോട്ടയിലാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരനേതാവും കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും വിമോചന സമര ചരിത്രത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലും വലിയ സ്ഥാനങ്ങൾക്ക് ഇരിപ്പിടങ്ങൾക്ക് അർഹനായ ടി.കെ. മാധവൻ തൻ്റെ സാമൂഹിക വിമോചന പ്രവർത്തനങ്ങൾ ആരംഭിച്ച സ്ഥലമാണ് പൂത്തോട്ട. ആ പൂത്തോട്ടയും പാണാവള്ളിയിലും ശ്രീനാരായണ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ 2 സ്ഥലത്തു നിന്നും നമുക്ക് പെരുമ്പളം എന്ന് പറയുന്നിടത്തേക്ക് വരാം. അപ്പോൾ പെരുമ്പളത്ത് ചെന്നപ്പോൾ എനിക്കൊരു കൗതുകം. ഈ അറ്റ്ലസ് മനസ്സിലുള്ളത് കൊണ്ടാണ്. ഗുരു നടന്നുപോയ വഴികൾ കാണാൻ പറ്റുമോ? ഗുരു ചവിട്ടിയ മണ്ണിനെ തൊടാൻ പറ്റുമോ? ഗുരു ഇരുന്ന സ്ഥലത്തെ കാറ്റ് കൊള്ളാൻ പറ്റുമോ? ഗുരു സംസാരിച്ച മനുഷ്യരോട് സംസാരിക്കാൻ പറ്റുമോ? ഇതൊക്കെ എൻ്റെ ഒരു കൗതുകം മാത്രമല്ല. ഞാൻ കണ്ണും കാതുമൊക്കെ തുറന്നു വെച്ചിട്ട് ഇവിടെയാണ് ഗുരു ഇരുന്നത്, ഗുരു ഇങ്ങനെയാണ് നടന്നു പോയത്, ഗുരു ഈ വഴിയിലൂടെയാണ് ആ പുഴ കടന്നു പോയത്. അപ്പോൾ ഈ പെരുമ്പളത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ഭാരവാഹിയോട് ഞാൻ ചോദിച്ചു, ഗുരു പെരുമ്പളത്ത് വന്നിട്ടുണ്ടോ? അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടിയാണ് ഈ ഗുരുവിൻ്റെ അറ്റ്ലസ് എന്ന ലേഖനത്തിൻ്റെ തുടക്കമായി, എപ്പിഗ്രാഫായി, താക്കോൽ വാക്യമായി ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. പൂത്തോട്ടയിൽ പ്രതിഷ്ഠയ്ക്ക് വന്ന ഗുരു അക്കരെ നിന്ന് പെരുമ്പളത്തെ നോക്കി നിന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്കൊരു വള്ളത്തിൽ പെരുമ്പളത്തേക്ക് പോകാമോ എന്ന് ഗുരു ചോദിച്ചിട്ടില്ല. പൂത്തോട്ടയിൽ നിന്നിട്ട് പ്രതിഷ്ഠയ്ക്ക് മുന്നെയോ പ്രതിഷ്ഠയ്ക്ക് ശേഷമോ അദ്ദേഹം പെരുമ്പളത്തെ ഒന്ന് നോക്കി നിന്നിട്ടുണ്ട്. സത്യത്തിൽ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഗുരു ഒന്ന് നോക്കിയതേ ഉള്ളൂ നിങ്ങളുടെ പെരുമ്പളത്തെ. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇത്രയും വലിയൊരു ശ്രീനാരായണ സമൂഹം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗുരു പെരുമ്പളത്തേക്കൊന്ന് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും പെരുമ്പളത്തിൻ്റെ അവസ്ഥ എന്ന് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചു പോവുകയാണ്.